ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി ശ്യാമള, മുൻ PTA പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ, MPTA പ്രസിഡന്റ് ശ്രീമതി അനിത, പ്രിയമുള്ള രക്ഷിതാക്കളെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ, അക്കാദമിക മികവിൻ്റെ പഠനോത്സവമാണ് 2024-25 വർഷത്തെ പഠനോത്സവമാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. സംസ്ഥാനത്തൊട്ടുക്ക് മാർച്ച് 18-നകം എല്ലാ സ്കൂളുകളിലും പഠനോത്സവം കുറേ വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് പഠനോത്സവം. അപ്പോൾ നമ്മുടെ കോട്ടൂർ KLP സ്കൂളിലെ ക്ലാസ് തല സ്കൂൾ തല പഠനോത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠന മികവുകൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല നമുക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നത്. കുട്ടികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധ തരം പ്രവർത്തനങ്ങളാണ് കുട്ടികൾ ചെയ്തു വരുന്നത്. അത് ചിലപ്പോൾ പതിപ്പാവാം, അല്ലെങ്കിൽ കലാകായിക പഠനത്തിലൂടെ ആവാം. കുട്ടികൾ പലതരം സൃഷ്ടികൾ അവരുടെ കരവിരുതും എല്ലാ കലാകായിക പ്രകടനത്തോടുകൂടി കുട്ടികളിലെ വിവിധ ചിലവർക്ക് പാടാനാണ് കഴിവെങ്കിൽ ചിലവരെ നന്നായി കണക്ക് ചെയ്യാനായിരിക്കും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുട്ടികളുടെ ചെണ്ട കൊട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അവരുടെ താളബോധം. പലതരം സാധനങ്ങൾ കുട്ടികൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കുട്ടികൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിലവർക്ക് തോന്നും എൻ്റെ കുഞ്ഞിക്ക് ഒരു അക്ഷരം അറിയില്ല. അങ്ങനെയുള്ള ഒരു ബോധം ആർക്കും വേണ്ട. എല്ലാ കുട്ടികൾക്കും ഓരോ തരം കഴിവുണ്ട്. ആ കഴിവ് അത് ചെയ്യുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് നീ എപ്പോഴും ചിത്രം വരക്കുന്നോടാ, നിനക്ക് ഇതേ പണിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് പേപ്പർ വാങ്ങി കീറി കളയാനോ, അല്ലെങ്കിൽ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെണ്ട അടിക്കുമ്പോൾ അവർക്ക് ആ താളബോധമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ കഴിവുകളെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ പഠന സ്കൂളിലെ ഓരോ പ്രവർത്തനത്തിനും നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ രക്ഷിതാക്കളും കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് എന്നറിയാം. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ ചെറിയ ചെറിയ പരിപാടികൾ വെച്ചിട്ടുണ്ട്. ക്ലാസ് തലത്തിൽ കുട്ടികളുണ്ടാക്കിയ സൃഷ്ടികളൊക്കെ എല്ലാം മൊത്തത്തിലായിട്ട് ഇവിടെ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വീക്ഷിക്കുകയും കുട്ടികളുടെ ഓരോ തരം കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് നമ്മുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് അവർ ശ്രീ സന്തോഷ് കുമാർ ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പഠനോത്സവ പരിപാടിയും നമ്മുടെ പിഞ്ചുമക്കൾ, അതായത് പ്രീ പ്രൈമറിയിലെ പിഞ്ചുമക്കൾ ടാലൻ്റ് എക്സാമിൽ 1 മുതൽ 10 വരെ റാങ്ക് നേടി സംസ്ഥാന തലത്തിൽ നല്ലൊരു നേട്ടമാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. ആ മക്കളെ ഇന്ന് അനുമോദിക്കുന്നുണ്ട്. നമ്മുടെ പഠനോത്സവ പരിപാടിയുടെ ഉദ്ഘാടനവും ടാലൻ്റ് എക്സാമിൽ വിജയം കൈവരിച്ച മക്കൾക്കുള്ള സമ്മാന വിതരണവും നടത്തുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ശ്യാമള അവർകളാണ്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി അനിതയെ അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ KS ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും, എൻ്റെ കുഞ്ഞുമക്കളെയും, എൻ്റെ സഹപ്രവർത്തകരെയും, നാട്ടുകാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട HM സുകുമാരി ടീച്ചർ, നമ്മുടെ ഇന്നത്തെ പഠനോത്സവ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വാർഡ് മെമ്പർ A ശ്യാമളട്ടി, അതുപോലെ തന്നെ മദർ PTA പ്രസിഡന്റ് അനിത, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഇങ്ങനെ ഒരു പഠനോത്സവം നമ്മുടെ എല്ലാ പൊതുവിദ്യാലയത്തിലും നടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അധ്യയന വർഷം കുട്ടികൾ സ്വായത്തമാക്കിയ അറിവുകളും അതുപോലെ തന്നെ അവരെ സർഗവാസനകളും കഴിവുകളും എല്ലാം ഒരു ദിവസം അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പഠനോത്സവം നല്ല മികവുറ്റതാക്കി, അതുപോലെ തന്നെ അതിനേക്കാൾ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്, അവരുടെ കഴിവിനെ ഉണർത്തിയെടുക്കലാണ് ഒരു അധ്യാപകന്റെ കടമ. അതുപോലെ തന്നെ ഒരു മരക്കുറ്റിയിൽ ഒരു ആനയുണ്ട്, അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആനയല്ലാത്ത ഭാഗം നമ്മൾ ചെത്തിക്കളയണം, അപ്പോൾ ആനയെ കിട്ടും, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഓരോ കുട്ടിയിലുമുള്ള കഴിവ് നമുക്ക് രക്ഷിതാക്കൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരു പഠനോത്സവം എല്ലാ സ്കൂളിലും നടന്നു വരുന്നത്. ഇതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കാനത്തൂർ ഇരിയണ്ടി സ്കൂളിൽ വെച്ച് നടന്നു. അപ്പോൾ ഈ മാസം 18-നകം നമ്മുടെ പഠനോത്സവ പരിപാടി പൊതുവിദ്യാലയത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞ് പരീക്ഷയിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ A ശ്യാമളട്ടിയെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ഈ സ്കൂളിൻ്റെ HM സുകുമാരി ടീച്ചർ, മദേഴ്സ് PTA അനിത, മുൻ PTA പ്രസിഡന്റ് ശിവശങ്കരൻ, മറ്റു അധ്യാപികമാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്കൂളുകളിലും പഠനോത്സവം നടത്തി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ സ്കൂളിലും നല്ലതുപോലെ കുട്ടികളുടെ മികവ് കൈവരിക്കാൻ വേണ്ടി അവരുടെ സർഗശേഷി ഉയർത്തിക്കൊണ്ടുപോകാനും, ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. ഇപ്പോൾ പഠിക്കുക മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ചെണ്ട കൊട്ടുമ്പോൾ ഒരു കുട്ടി ചെണ്ടയില്ല, ആ ചെണ്ട ഇല്ലാതെ തന്നെ അവൻ താളം പിടിക്കുന്നുണ്ട്. അവർ കൊട്ടുന്ന അതേപോലെ തന്നെ അവൻ താളം പിടിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് ചെണ്ടയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഓരോ കുട്ടിക്കും അതതിൻ്റെ താല്പര്യമുണ്ട്. ഈ പഠനോത്സവം തന്നെ ഇപ്പോൾ കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിപ്പോകുന്നത്. കാരണം 2017 സർക്കാരിൻ്റെ 4 മിഷനിൽ ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പഠനോത്സവം വർഷം തോറും പഠനോത്സവം നടത്തുന്നത്. ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചിട്ട്, അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെന്താണോ ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് എന്ത് മികവാണോ അവർക്കുള്ളത്, അതിനെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പാകെ അറിയിക്കുന്നതാണ് ഈ പഠനോത്സവം. ഇപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും നീ പഠിക്ക് അറിഞ്ഞ് കുട്ടിക്ക് തന്നെ അതൊരു അലോസരമായി പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പഠനോത്സവത്തിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നിർഭയമില്ലാതെ
പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അവർക്ക് വേണ്ടുന്ന അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മദർ PTA പ്രസിഡന്റ് അനിതയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുളിയാർ വാർഡ് മെമ്പർ ശ്യാമളേട്ടി, PTA പ്രസിഡന്റ് സന്തോഷ് ഏട്ടൻ, HM സുകുമാരി ടീച്ചർ, മുൻ PTA പ്രസിഡന്റ് ശിവശങ്കരേട്ടൻ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കുട്ടികളുടെ അക്കാദമിക മികവിൻ്റെ പഠനോത്സവമാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. ഒരു വർഷം കുട്ടികൾ എന്തൊക്കെ നേടി എന്നതിനുള്ള പ്രദർശനമാണ്. കുട്ടികൾ വിവിധ തരത്തിലുള്ള ചാർട്ടുകളും അവർക്ക് കഴിയാവുന്ന അവരുടെ മികവുകൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെ ഇന്ന് പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ നല്ല രീതിയിൽ പഠിച്ചു വരുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഒരുപാട് സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഇതും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ടീച്ചേഴ്സിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് മുൻ PTA പ്രസിഡന്റ് ശിവേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശ്യാമളേട്ടി, സ്കൂളിലെ HM സുകുമാരി ടീച്ചർ, അതുപോലെ തന്നെ മദർ PTA പ്രസിഡന്റ് അനിത, അതുപോലെ തന്നെ അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ ഈ വർഷത്തെ പഠനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷം കുട്ടികൾ പഠിച്ച അവരുടെ കഴിവും അവരുടെ മികവും പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ട സാഹചര്യമാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനവും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഈ വർഷത്തെ പഠനോത്സവവും ആ നിലയിലാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അധ്യാപകരുടെ പ്രത്യേക പരിശീലനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികൾ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ KLP സ്കൂളിൻ്റെ പഠനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. രക്ഷിതാക്കൾ ആരെങ്കിലും 2 വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ മുൻ മദർ PTA സുമന. നമ്മുടെ ഈ കോട്ടൂർ സ്കൂളിൽ നിന്നും ടാലൻറ്റ് ടെസ്റ്റ് എക്സാമിനേഷനിൽ റാങ്ക് നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനിക്കാനുള്ളത് 1 മുതൽ 10 വരെയുള്ള റാങ്ക് നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ നല്ല ഒരു കഴിവാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
എടുത്താൽ മതി. ഈ കാലിൽ തന്നെ കാലിൽ ഇങ്ങനെ എടുത്താൽ മതി. LKG വിഭാഗം ഫസ്റ്റ് പ്രൈസ് 1ാം റാങ്ക് ലക്ഷൻ പവാർ. 1ാം റാങ്ക് ലക്ഷൻ പവാർ. 2ാം റാങ്ക് 1ാം റാങ്ക് ലക്ഷൻ പവാർ. ലക്ഷൻ പവാർ. ഇതും കൂടി. രണ്ടാം റാങ്ക് അദ്രിത് വിനോദ്. 2ാം റാങ്ക് അദ്രിത് വിനോദ്. ഈ 1ാം റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് 100ൽ 100 മാർക്കാണ് കേട്ടോ. 100ൽ 100 മാർക്കാണ് 1ാം റാങ്ക്. 2ാം റാങ്ക് 99 മാർക്ക് 100ൽ. അദ്രിത് വിനോദ്. 3ാം റാങ്ക് അലങ്കൃത് സുനിൽ. 3ാം റാങ്ക് അലങ്കൃത് സുനിൽ. അലങ്കൃത് സുനിൽ. 4ാം റാങ്ക് ആദിദേവ്. LKG 4ാം റാങ്ക്. നാലാം റാങ്ക് 3 പേർക്കുണ്ട്. അർജുൻ KS. 4ാം റാങ്ക് അർജുൻ KS. നാലാം റാങ്ക് ഹൃദിക് മാധവ്. ഹൃദിക് മാധവ്. 4ാം റാങ്ക് ഹൃദിക് മാധവ്. ഹൃദിക് മാധവ് 4ാം റാങ്ക്. 5ാം റാങ്ക് ഇഷാൻ വി. 5ാം റാങ്ക് ഇഷാൻ വി. 5ാം റാങ്ക് 3 പേർക്കുണ്ട്. അഞ്ചാം റാങ്ക് മുഹമ്മദ് ഐമാൻ. മുഹമ്മദ് ഐമാൻ 5ാം റാങ്ക്. പ്രത്യുത് 5ാം റാങ്ക്. പ്രത്യുത് 5ാം റാങ്ക്. ആശ്രിത് 6ാം റാങ്ക്. ആശ്രിത് 6ാം റാങ്ക്. റസീൻ അഹമ്മദ് അബ്ദുൽ ഖാദർ 6ാം റാങ്ക്. റസീൻ അഹമ്മദ് അബ്ദുൽ ഖാദർ 6ാം റാങ്ക്. ധനുഷ് 7ാം റാങ്ക്. ധനുഷ് 7ാം റാങ്ക്.
ധനുഷ് 7ാം റാങ്ക്. അന്ന ഫാത്തിമ 8ാം റാങ്ക്. അന്ന ഫാത്തിമ 8ാം റാങ്ക്. വേദിക വേണുഗോപാൽ 9ാം റാങ്ക്. വേദിക വേണുഗോപാൽ 9ാം റാങ്ക്. അടുത്തായി UKG വിഭാഗം. ദിയ കൃഷ്ണ 1ാം റാങ്ക്. ദിയ കൃഷ്ണ 1ാം റാങ്ക്. ആര്യലക്ഷ്മി 2ാം റാങ്ക്. ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി 2ാം റാങ്ക്. അനാമിക 3ാം റാങ്ക്. 3ാം റാങ്ക് 2 പേർക്കുണ്ട്. അനാമിക 3ാം റാങ്ക്. മൂന്നാം റാങ്ക് അനാമിക. മൂന്നാം റാങ്ക് ഷാൻവി എസ് നായർ. ഷാൻവി എസ് നായർ 3ാം റാങ്ക്. ഷാൻവി എസ് നായർ. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. 3 പേർക്കുണ്ട് 4ാം റാങ്ക്. ലാസ്യ 4ാം റാങ്ക്. ലാസ്യ. 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 ഷാൻവി എൽ 4ാം റാങ്ക്. ഷാൻവി എൽ. ആദിദേവ്. ആദിദേവ് 5ാം റാങ്ക്. ആദിദേവ് 5ാം റാങ്ക്. അദ്വിക് 5ാം റാങ്ക്. അദ്വിക്.
അദ്വിക 5ാം റാങ്ക്. അദ്വിക അൻവിയ സുധീഷ്. ഇതൾ പാർവതി 5ാം റാങ്ക്. ഇതൾ പാർവതി. നവദേവ് 5ാം റാങ്ക്. വിളിക്കാൻ പറ. നവദേവ് 5ാം റാങ്ക്. സഹദ് ലത്തീഫ് 5ാം റാങ്ക്. സഹദ് ലത്തീഫ്. സഹദ് ലത്തീഫ് 5ാം റാങ്ക്. അദ്വിക് കൃഷ്ണ 6ാം റാങ്ക്. അദ്വിക് കൃഷ്ണ. അദ്വിക് കൃഷ്ണ 6ാം റാങ്ക്. അനൈക 6ാം റാങ്ക്. അനൈക. കിഷാൻ സി കെ 6ാം റാങ്ക്. കിഷാൻ സി കെ. റിഷാൻ ശ്രീനിഷ് 6ാം റാങ്ക്. റിഷാൻ ശ്രീനിഷ് 6ാം റാങ്ക്. ഇഹാൻ ഷെരീൻ 7ാം റാങ്ക്. ഇഹാൻ ഷെരീൻ 7ാം റാങ്ക്. ഇഷാൻ സി കെ 7ാം റാങ്ക്. ഇഷാൻ സി കെ 7ാം റാങ്ക്. കൗശിക് 7ാം റാങ്ക്. കൗശിക്. യശ്വിൻ 7ാം റാങ്ക്. യശ്വിൻ 7ാം റാങ്ക്.
യശ്വിൻ യശ്വിൻ 7ാം റാങ്ക്. യശ്വിൻ. യശ്വിൻ. കൃഷ്ണദിയ 8ാം റാങ്ക്. കൃഷ്ണദിയ 8ാം റാങ്ക്. കൃഷ്ണദിയ. ആഷിർ ദേവ്. ആഷിർ ദേവ് 9ാം റാങ്ക്. ആഷിർ ദേവ് 9ാം റാങ്ക്. രോഹിത് നായിക്ക് 10ാം റാങ്ക്. രോഹിത് നായിക്ക് 10ാം റാങ്ക്. രോഹിത്. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. LKG. ലക്ഷൻ പവാർ. ലക്ഷൻ പവാർ. അദ്രിത് വിനോദ്. അദ്രിത് വിനോദ്. അലങ്കൃത് സുനിൽ. അലങ്കൃത് സുനിൽ. ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ. ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി. അൽമഹർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 2024-25 വർഷം നടത്തിയ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ നിവേദ്യ TM സ്കോളർഷിപ്പിന് അർഹയായിരിക്കുകയാണ്. നിവേദ്യക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി ശ്യാമള, മുൻ PTA പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ, MPTA പ്രസിഡന്റ് ശ്രീമതി അനിത, പ്രിയമുള്ള രക്ഷിതാക്കളെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ,
അക്കാദമിക മികവിൻ്റെ പഠനോത്സവമാണ് 2024-25 വർഷത്തെ പഠനോത്സവമാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. സംസ്ഥാനത്തൊട്ടുക്ക് മാർച്ച് 18-നകം എല്ലാ സ്കൂളുകളിലും പഠനോത്സവം കുറേ വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് പഠനോത്സവം. അപ്പോൾ നമ്മുടെ കോട്ടൂർ KLP സ്കൂളിലെ ക്ലാസ് തല സ്കൂൾ തല പഠനോത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠന മികവുകൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല നമുക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നത്. കുട്ടികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധ തരം പ്രവർത്തനങ്ങളാണ് കുട്ടികൾ ചെയ്തു വരുന്നത്. അത് ചിലപ്പോൾ പതിപ്പാവാം, അല്ലെങ്കിൽ കലാകായിക പഠനത്തിലൂടെ ആവാം. കുട്ടികൾ പലതരം സൃഷ്ടികൾ അവരുടെ കരവിരുതും എല്ലാ കലാകായിക പ്രകടനത്തോടുകൂടി കുട്ടികളിലെ വിവിധ ചിലവർക്ക് പാടാനാകുന്ന കഴിവെങ്കിൽ ചിലവരെ നന്നായി കണക്ക് ചെയ്യാനായിരിക്കും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുട്ടികളുടെ ചെണ്ട കൊട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അവരുടെ താളബോധം. പലതരം സാധനങ്ങൾ കുട്ടികൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കുട്ടികൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിലവർക്ക് തോന്നും എൻ്റെ കുഞ്ഞിക്ക് ഒരു അക്ഷരം അറിയില്ല. അങ്ങനെയുള്ള ഒരു ബോധം ആർക്കും വേണ്ട. എല്ലാ കുട്ടികൾക്കും ഓരോ തരം കഴിവുണ്ട്. ആ കഴിവ് അത് ചെയ്യുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് നീ എപ്പോഴും ചിത്രം വരക്കുന്നോടാ, നിനക്ക് ഇതേ പണിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് പേപ്പർ വാങ്ങി കീറിക്കളയാനോ, അല്ലെങ്കിൽ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെണ്ട അടിക്കുമ്പോൾ അവർക്ക് ആ താളബോധമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ കഴിവുകളെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ പഠന സ്കൂളിലെ ഓരോ പ്രവർത്തനത്തിനും നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ രക്ഷിതാക്കളും കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് എന്നറിയാം. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ ചെറിയ ചെറിയ പരിപാടികൾ വെച്ചിട്ടുണ്ട്. ക്ലാസ് തലത്തിൽ കുട്ടികളുണ്ടാക്കിയ സൃഷ്ടികളൊക്കെ എല്ലാം മൊത്തത്തിലായിട്ട് ഇവിടെ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വീക്ഷിക്കുകയും കുട്ടികളുടെ ഓരോ തരം കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് നമ്മുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നതുകൊള്ളു. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് അവർ ശ്രീ സന്തോഷ് കുമാർ ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പഠനോത്സവ പരിപാടിയും നമ്മുടെ പിഞ്ചുമക്കൾ, അതായത് പ്രീ പ്രൈമറിയിലെ പിഞ്ചുമക്കൾ ടാലൻ്റ് എക്സാമിൽ 1 മുതൽ 10 വരെ റാങ്ക് നേടി സംസ്ഥാന തലത്തിൽ നല്ലൊരു നേട്ടമാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. ആ മക്കളെ ഇന്ന് അനുമോദിക്കുന്നുണ്ട്. നമ്മുടെ പഠനോത്സവ പരിപാടിയുടെ ഉദ്ഘാടനവും ടാലൻ്റ് എക്സാമിൽ വിജയം കൈവരിച്ച മക്കൾക്കുള്ള സമ്മാന വിതരണവും നടത്തുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി എ ശ്യാമള അവർകളാണ്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി അനിതയെ അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ KS ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും, എൻ്റെ കുഞ്ഞുമക്കളെയും, എൻ്റെ സഹപ്രവർത്തകരെയും, നാട്ടുകാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട HM സുമന ടീച്ചർ, നമ്മുടെ ഇന്നത്തെ പഠനോത്സവ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വാർഡ് മെമ്പർ എ ശ്യാമള ടി, അതുപോലെ തന്നെ മദർ PTA പ്രസിഡന്റ് അനിത, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഇങ്ങനെ ഒരു പഠനോത്സവം നമ്മുടെ എല്ലാ പൊതുവിദ്യാലയത്തിലും നടന്നു വരികയാണ്.
അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അധ്യയന വർഷം കുട്ടികൾ സ്വായത്തമാക്കിയ അറിവുകളും അതുപോലെ തന്നെ അവരെ സർഗവാസനകളും കഴിവുകളും എല്ലാം ഒരു ദിവസം അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പഠനോത്സവം നല്ല മികവുറ്റതാക്കി അതുപോലെ തന്നെ അതിനേക്കാൾ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്, അവരുടെ കഴിവിനെ ഉണർത്തിയെടുക്കലാണ് ഒരു അധ്യാപകന്റെ കടമ. അതുപോലെ തന്നെ ഒരു മരക്കുറ്റിയിൽ ഒരു ആനയുണ്ട്, അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആനയല്ലാത്ത ഭാഗം നമ്മൾ ചെത്തിക്കളയണം, അപ്പോൾ ആനയെ കിട്ടും, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഓരോ കുട്ടിയിലുമുള്ള കഴിവ് നമുക്ക് രക്ഷിതാക്കൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരു പഠനോത്സവം എല്ലാ സ്കൂളിലും നടന്നു വരുന്നത്. ഇതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കാനത്തൂർ ഇരിയണ്ടി സ്കൂളിൽ വെച്ച് നടന്നു. അപ്പോൾ ഈ മാസം 18 നമ്മുടെ പഠനോത്സവ പരിപാടി പൊതുവിദ്യാലയത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞ് പരീക്ഷയിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ എ ശ്യാമളേട്ടിയെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ഈ സ്കൂളിൻ്റെ HM സുകുമാരി ടീച്ചർ, മദ്രസ് PTA അനിത, മുൻ PTA പ്രസിഡന്റ് ശിവശങ്കരൻ, മറ്റു അധ്യാപികമാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്കൂളുകളിലും പഠനോത്സവം നടത്തി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ സ്കൂളിലും നല്ലതുപോലെ കുട്ടികളുടെ മികവ് കൈവരിക്കാൻ വേണ്ടി അവരുടെ സർഗശേഷി ഉയർത്തിക്കൊണ്ടുപോകാനും, ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. ഇപ്പോൾ പഠിക്കുക മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ചെണ്ട കൊട്ടുമ്പോൾ ഒരു കുട്ടി ചെണ്ടയില്ല, ആ ചെണ്ട ഇല്ലാതെ തന്നെ അവൻ താളം പിടിക്കുന്നുണ്ട്. അവർ കൊട്ടുന്ന അതേപോലെ തന്നെ അവൻ താളം പിടിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് ചെണ്ടയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഓരോ കുട്ടിക്കും അതതിൻ്റെ താല്പര്യമുണ്ട്. ഈ പഠനോത്സവം തന്നെ ഇപ്പോൾ കേരളത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിപ്പോകുന്നത്. കാരണം 2017 സർക്കാരിൻ്റെ 4 മിഷനിൽ ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പഠനോത്സവം വർഷം തോറും പഠനോത്സവം നടത്തുന്നത്. ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചിട്ട്, അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെന്താണോ ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് എന്ത് മികവാണോ അവർക്കുള്ളത്, അതിനെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പാകെ അറിയിക്കുന്നതാണ് ഈ പഠനോത്സവം. ഇപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും നീ പഠിക്ക് പറഞ്ഞാൽ കുട്ടിക്ക് തന്നെ അതൊരു അലോസരമായി പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പഠനോത്സവത്തിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നിർഭയമില്ലാതെ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അവർക്ക് വേണ്ടുന്ന അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മദർ PTA പ്രസിഡന്റ് അനിതയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
മുളിയാർ വാർഡ് മെമ്പർ ശ്യാമളേട്ടി, PTA പ്രസിഡന്റ് സന്തോഷ് ഏട്ടൻ, HM സുകുമാരി ടീച്ചർ, മുൻ PTA പ്രസിഡന്റ് ശിവശങ്കരേട്ടൻ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കുട്ടികളുടെ അക്കാദമിക മികവിൻ്റെ പഠനോത്സവമാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. ഒരു വർഷം കുട്ടികൾ എന്തൊക്കെ നേടി എന്നതിനുള്ള പ്രദർശനമാണ്. കുട്ടികൾ വിവിധ തരത്തിലുള്ള ചാർട്ടുകളും അവർക്ക് കഴിയാവുന്ന അവരുടെ മികവുകൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെ ഇന്ന് പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ നല്ല രീതിയിൽ പഠിച്ചു വരുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഒരുപാട് സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഇതും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ടീച്ചേഴ്സിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് മുൻ PTA പ്രസിഡന്റ് ശിവേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം ശാമളേട്ടി, സ്കൂളിലെ HM സുകുമാരി ടീച്ചർ, അതുപോലെ തന്നെ മദർ PTA പ്രസിഡന്റ് അനിത, അതുപോലെ തന്നെ അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ ഈ വർഷത്തെ പഠനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷം കുട്ടികൾ പഠിച്ച അവരുടെ കഴിവും അവരുടെ മികവും പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ട സാഹചര്യമാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനവും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഈ വർഷത്തെ പഠനോത്സവവും ആ നിലയിലാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അധ്യാപകരുടെ പ്രത്യേക പരിശീലനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികൾ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കോട്ടൂർ KLP സ്കൂളിൻ്റെ പഠനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. രക്ഷിതാക്കൾ ആരെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ മുൻ മദർ PTA സുമന. നമ്മുടെ ഈ കോട്ടൂർ സ്കൂളിൽ നിന്നും ടാലൻറ്റ് ടെസ്റ്റ് എക്സാമിനേഷനിൽ റാങ്ക് നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനിക്കാനുള്ളത് 1 മുതൽ 10 വരെയുള്ള റാങ്ക് നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ നല്ല ഒരു കഴിവാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ താളിനെ ഇങ്ങനെ LKG വിഭാഗം ഫസ്റ്റ് പ്രൈസ് 1ാം റാങ്ക് ലക്ഷൻ പവാർ. 1ാം റാങ്ക് ലക്ഷൻ പവാർ. 2ാം റാങ്ക് 1ാം റാങ്ക് ലക്ഷൻ പവാർ. ലക്ഷൻ പവാർ.
ഇതും കൂടി. രണ്ടാം റാങ്ക് അദ്രിത് വിനോദ്. രണ്ടാം റാങ്ക് അദ്രിത് വിനോദ്. ഈ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് 100-ൽ 100 മാർക്കാണ് കേട്ടോ. 100-ൽ 100 മാർക്കാണ് ഒന്നാം റാങ്ക്. രണ്ടാം റാങ്ക് 99 മാർക്ക് 100-ൽ. അദ്രിത് വിനോദ്. മൂന്നാം റാങ്ക് അലങ്കൃത് സുനിൽ. മൂന്നാം റാങ്ക് അലങ്കൃത് സുനിൽ. അലങ്കൃത് സുനിൽ. നാലാം റാങ്ക് ആദിദേവ്, LKG. നാലാം റാങ്ക്. നാലാം റാങ്ക് 3 പേർക്കുണ്ട്. അർജുൻ KS. നാലാം റാങ്ക് അർജുൻ KS. നാലാം റാങ്ക് ഹൃതിക് മാധവ്. ഹൃതിക് മാധവ്. നാലാം റാങ്ക് ഹൃതിക് മാധവ്. ഹൃതിക് മാധവ് നാലാം റാങ്ക്. അഞ്ചാം റാങ്ക് ഇഷാൻ വി. അഞ്ചാം റാങ്ക് ഇഷാൻ വി. അഞ്ചാം റാങ്ക് 3 പേർക്കുണ്ട്. അഞ്ചാം റാങ്ക് മുഹമ്മദ് ഐമാൻ. മുഹമ്മദ് ഐമാൻ അഞ്ചാം റാങ്ക്. പ്രത്യുത് അഞ്ചാം റാങ്ക്. പ്രത്യുത് അഞ്ചാം റാങ്ക്. ആശ്രിത് ആറാം റാങ്ക്. ആശ്രിത് ആറാം റാങ്ക്. റസീൻ അഹമ്മദ് അബ്ദുൽ ഖാദർ ആറാം റാങ്ക്. റസീൻ അഹമ്മദ് അബ്ദുൽ ഖാദർ ആറാം റാങ്ക്. ധനുഷ് ഏഴാം റാങ്ക്. ധനുഷ് ഏഴാം റാങ്ക്. ധനുഷ് ഏഴാം റാങ്ക്. അന്ന ഫാത്തിമ എട്ടാം റാങ്ക്. അന്ന ഫാത്തിമ എട്ടാം റാങ്ക്. വേദിക വേണുഗോപാൽ ഒൻപതാം റാങ്ക്. വേദിക വേണുഗോപാൽ ഒൻപതാം റാങ്ക്.
അടുത്തായി UKG വിഭാഗം. ദിയ കൃഷ്ണ 1ാം റാങ്ക്. ദിയ കൃഷ്ണ 1ാം റാങ്ക്. ആര്യലക്ഷ്മി 2ാം റാങ്ക്. ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി 2ാം റാങ്ക്. അനാമിക 3ാം റാങ്ക്. 3ാം റാങ്ക് 2 പേർക്കുണ്ട്. അനാമിക 3ാം റാങ്ക്. മൂന്നാം റാങ്ക് അനാമിക. മൂന്നാം റാങ്ക് ഷാൻവി എസ് നായർ. ഷാൻവി എസ് നായർ 3ാം റാങ്ക്. ഷാൻവി എസ് നായർ. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. അനാൻ ഫർഹാദ് 4ാം റാങ്ക്. 3 പേർക്കുണ്ട് 4ാം റാങ്ക്. ലാസ്യ 4ാം റാങ്ക്. ലാസ്യ. 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 ഷാൻവി എൽ 4ാം റാങ്ക്. ഷാൻവി എൽ. ആദിദേവ്. ആദിദേവ് 5ാം റാങ്ക്. ആദിദേവ് 5ാം റാങ്ക്. അദ്വിക് 5ാം റാങ്ക്. അദ്വിക്. അദ്വിക 5ാം റാങ്ക്. അദ്വിക. അദ്വിക. അൻവിയ സുരേഷ്. സുധീഷ്. അൻവിയ സുധീഷ്.
അൻവിയ സുധീഷ്. ഇതൾ പാർവതി 5ാം റാങ്ക്. ഇതൾ പാർവതി. നവദേവ് 5ാം റാങ്ക്. വിളിക്കാൻ പറഞ്ഞു. നവദേവ് 5ാം റാങ്ക്. സഹദ് ലത്തീഫ് 5ാം റാങ്ക്. സഹദ് ലത്തീഫ്. സഹദ് ലത്തീഫ്. സഹദ് ലത്തീഫ് 5ാം റാങ്ക്. അദ്വിക് കൃഷ്ണ 6ാം റാങ്ക്. അദ്വിക് കൃഷ്ണ. അദ്വിക് കൃഷ്ണ 6ാം റാങ്ക്. അനൈക 6ാം റാങ്ക്. അനൈക. കിഷാൻ സി കെ. 6ാം റാങ്ക്. കിഷാൻ സി കെ. റിഷാൻ ശ്രീനിഷ് 6ാം റാങ്ക്. റിഷാൻ ശ്രീനിഷ് 6ാം റാങ്ക്. ഇഹാൻ ഷെരീൻ 7ാം റാങ്ക്. ഇഹാൻ ഷെരീൻ 7ാം റാങ്ക്. ഇഷാൻ സി കെ 7ാം റാങ്ക്. ഇഷാൻ സി കെ 7ാം റാങ്ക്. കൗശിക് 7ാം റാങ്ക്. കൗശിക്. യശ്വിൻ 7ാം റാങ്ക്. യശ്വിൻ 7ാം റാങ്ക്. യശ്വിൻ 7ാം റാങ്ക്. യശ്വിൻ. കൃഷ്ണദിയ 8ാം റാങ്ക്. കൃഷ്ണദിയ 8ാം റാങ്ക്. കൃഷ്ണദിയ.
ദേവ് 9ാം റാങ്ക്. ആഷിർ ദേവ് 9ാം റാങ്ക്. രോഹിത് നായിക്ക് 10ാം റാങ്ക്. രോഹിത് നായിക്ക് 10ാം റാങ്ക്. രോഹിത്. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. LKG. ലക്ഷൻ പവാർ. ലക്ഷൻ പവാർ അദ്രിത് വിനോദ്. അദ്രിത് വിനോദ്. അലങ്കൃത് സുനിൽ. അലങ്കൃത് സുനിൽ. ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ. ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി. അൽമഹർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 2024-25 വർഷം നടത്തിയ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ നിവേദ്യ TM സ്കോളർഷിപ്പിന് അർഹയായിരിക്കുകയാണ്. നിവേദ്യക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. Thank you.